വണ്ടി ആൾട്ടോ k10 ആണ്. ടൈപ്പ് 2 മോഡലാണ്. 2014 മോഡലാണ് വണ്ടി. വണ്ടി ഏകദേശം 170 ഓടിയിട്ടുണ്ട്. ഇതിനകത്ത് കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പിൻ്റെ ഫ്യൂസ് അടിച്ചു പോവുകയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 70 കിലോമീറ്റർ ആ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഫ്യൂസ് പെട്ടെന്ന് അടിച്ചു പോവുകയാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്തതിൽ വയറിങ്ങിൽ യാതൊരുവിധ ഫോൾട്ടോ അല്ലെങ്കിൽ ഷോർട്ടേജോ അങ്ങനെയൊന്നുമില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്കിനകത്തുള്ള പെട്രോളിൻ്റെ പമ്പ് വീക്കായിട്ടുള്ള പ്രശ്നമാണ് ഇതിനകത്ത് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓടുമ്പോൾ അത് ഹീറ്റാകുമ്പോൾ പമ്പ് ജാമാവുകയാണ്. ജാമായിട്ടാണ് ഈ ഫ്യൂസ് പെട്ടെന്ന് അടിച്ചു പോകുന്നത്. നമ്മൾ ടാങ്ക് ഇറക്കിയിട്ട് നമ്മൾ ഇതിനകത്ത് ഷോർട്ടേജ് നോക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം റണ്ണിങ്ങിൽ വിടുമ്പോൾ ഇതിൻ്റെ മോട്ടർ സ്പീഡ് കുറയുകയാണ്. ഇതിനകത്ത് നമ്മൾ ഡയറക്റ്റ് ചെക്ക് ചെയ്യുമ്പോഴേ ഇതിൻ്റെ പ്ലസ് മൈനസ് എടുത്തിട്ട് ഡയറക്റ്റ് മോട്ടറിലേക്ക് കൊടുക്കുമ്പോൾ കുറച്ച് നേരം ഒരു അരമണിക്കൂർ നമ്മൾ റണ്ണിങ്ങിൽ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാമണിക്കൂർ ഒരു 20 മിനിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാകെ സ്പീഡ് കുറയാണ്. അതുമാത്രമല്ല ഈ പമ്പെന്നൊരു ഒരു സൗണ്ടും അരയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പിടുത്തം പോലുള്ള ഒരു സൗണ്ടാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കോയിൽ വീക്കായിട്ടാണ്. ഇത് എല്ലാ മോട്ടറിലും കോയിലുണ്ട്. ആ കോയിൽ വീക്കായിട്ടാണ് ഈ പ്രശ്നം ഇതിനകത്ത് വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഓടുമ്പോൾ അത് ഹീറ്റ് ആവുകയാണ്. എപ്പോഴും ഇത് ഫ്രീ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല നമ്മൾ കൂടുതലും വണ്ടി പെട്രോൾ ഡ്രൈനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ 2 ലിറ്ററിലൊക്കെ ഓടിക്കും. അങ്ങനെ ഓടിക്കുന്ന സമയത്തും പെട്ടെന്ന് തന്നെ പമ്പ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ലൂബ്രിക്കേഷനും അതുപോലെ തന്നെ കൂളിങ്ങും എല്ലാം ഈ പെട്രോളിൽ തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതിലെപ്പോഴും ഒരു 5 ലിറ്റർ പെട്രോൾ എപ്പോഴും സ്റ്റില്ലായിട്ട് വേണം. നമ്മൾ ഇൻഡിക്കേഷൻ ആ ബ്ലൂ കളർ ഇൻഡിക്കേഷൻ പെട്രോളിൻ്റെ ഇൻഡിക്കേഷൻ കത്തിയ ഉടനെ തന്നെ നമ്മൾ ഇതിൻ്റെ പെട്രോൾ അടിച്ചിരിക്കണം. ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറവിൽ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പമ്പ് കംപ്ലൈൻറ്റ് വരാൻ സാധ്യത കൂടുതലാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെൻ്റേ കാറാണ്. അതുകൊണ്ട് ആരും അങ്ങനെ പെട്രോൾ കീപ്പ് ചെയ്യില്ല. അതിപ്പോൾ നമ്മൾ കീപ്പ് ചെയ്ത് നമ്മൾ ഒരു കസ്റ്റമറുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് അല്ലെങ്കിൽ ഒരു 1/4 ടാങ്ക് പെട്രോൾ അതിനകത്ത് സ്റ്റില്ലായിട്ട് ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും എടുത്തിട്ട് പോകുന്നത് കൊണ്ട് അവർ ഫുള്ള് ഡ്രൈനായിട്ട് കുത്തിയിട്ടായിരിക്കും ചിലപ്പോൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നത്. ആ സമയത്ത് നമ്മൾ കീ ഓണാക്കി ഓഫാക്കി ഡ്രൈയിൽ നമ്മൾ ഈ മോട്ടർ കറങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടുവരാൻ സാധ്യത കൂടുതൽ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് പെട്ടെന്നാവും. ഇത് പെട്രോളിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയൊരു ഹീറ്റ് കുറവായി കിട്ടും. അത് അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റ് കമ്മിയായി ഒരു കൂളിംഗ് സിസ്റ്റം ആവും ഇതിനകത്ത്. അതില്ലാത്തതുകൊണ്ടാണ് ഈ പമ്പ് പെട്ടെന്ന് തന്നെ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പമ്പായിട്ടും മാറ്റാൻ പറ്റും. ഇതിനകത്ത് ഡെൻസോ ബോഷിൻ്റെ ഒക്കെ പമ്പ് മാത്രമായിട്ട് കിട്ടാനുണ്ട്. പക്ഷേ എങ്കിൽ അത് അത്രയ്ക്ക് അങ്ങ് സേഫ് അല്ല നമ്മൾ മാറ്റുന്നത്. അത് എപ്പോൾ എങ്ങനെയാണ് ഗ്യാരണ്ടി ആണോ അതെങ്ങനെയാണെന്നുള്ള കാര്യമൊന്നും നമുക്ക് കറക്റ്റായിട്ട് പെർഫെക്റ്റ്ലി അത് പറയാനും പറ്റില്ല. അപ്പോൾ എപ്പോഴും ഇങ്ങനെയുള്ള പമ്പുകൾ അതുപോലെ കൂടുതൽ ലോങ് യാത്രയുള്ള വണ്ടികൾക്കൊക്കെ അസംബിളായിട്ട് മാറുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പമ്പ് മാത്രം മാറ്റി വിട്ടാൽ ഇതിപ്പോൾ എന്താ വർക്ക്ഷോപ്പ് എത്തിയിട്ടാണ് ഈ കംപ്ലയിൻറ്റ് കാണിച്ചത്. ഇല്ലെങ്കിൽ നേരത്തെ നമ്മൾ ഫ്യൂസ് കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരം ഓടും. ചിലത് ഫ്യൂസ് കെട്ടിയാലും സ്റ്റാർട്ടാവില്ല, പമ്പ് ഫുള്ള് ഡെഡായിരിക്കും. ആ സമയത്ത് വേറെ വല്ല വഴിയിലൊക്കെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ആ കെട്ടി കൊണ്ടുവരുന്ന ചാർജ്, ആ ടോയിൻ ചാർജ്, പിന്നെ ബാക്കിയുള്ള ലേബറൊക്കെ നോക്കുമ്പോൾ ആ ഒരു എമൗണ്ട് കൊടുത്താൽ മതി നമുക്ക് ഈ പമ്പ് അസംബ്ലി മേടിക്കാനായിട്ട്. ഏകദേശം ഒരു 5550 രൂപയാണ് ഫ്യൂൽ പമ്പ് അസംബ്ലിക്ക് ഇതിന് വരുന്നത്. മനസ്സിലായി? അപ്പം നമ്മൾ പമ്പ് മാത്രം മേടിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 1200-1300 രൂപ കൊടുക്കണം. അത് എത്രത്തോളം സക്സസ് ആകുന്നുള്ള കാര്യം നമുക്കത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കുറച്ച് കാലം നിൽക്കും, ചിലപ്പോൾ അത് പെട്ടെന്ന് പോകും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഒറിജിനൽ ഫുൾ അസംബ്ലി തന്നെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കാനും പറ്റും. അപ്പോൾ ഞാനിപ്പോൾ അത് ആൾട്ടോൻ്റെ തന്നെ മാരുതിയുടെ ഓയി സാധനം തന്നെ എടുത്തിട്ടുണ്ട്. ഏകദേശം 5550 രൂപ ഇതിനകത്ത് വരുന്നുണ്ട് പ്രൈസ്. ഇതാണോ, ഇതാണ് പമ്പ് വരുന്നത്, പമ്പ് അസംബ്ലി. ഇതിനകത്താണ് മോട്ടർ വരുന്നത്. ഇതിൽ ഫ്യൂൽ ഫ്ലോട്ടും എല്ലാം ഒരുമിച്ചാണ് സെറ്റോട് കൂടിയിട്ടാണ് അസംബ്ലിയിൽ വരുന്നത്. അപ്പോൾ ഇങ്ങനെ മാറ്റുന്നതായിരിക്കും എപ്പോഴും ഇതിന് സേഫ്. ഇതുണ്ട, ഇതിന് വേറെ കൂളിങ്ങിനായിട്ടുള്ള ഫാനോ ഇല്ലാന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ഒന്നുമില്ല. ഇത് പെട്രോൾ മുങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ ഹീറ്റ് പെട്രോൾ അബ്സർവ് ചെയ്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ കൂളിംഗ് സിസ്റ്റം നടക്കുന്നത്. അപ്പോൾ എപ്പോഴും പെട്രോൾ എന്തായാലും കീപ്പ് ചെയ്യണം. കീപ്പ് ചെയ്തില്ലെങ്കിൽ ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും. അതുപോലെ ഇത് 2 ടൈപ്പ് വരുന്നുണ്ട്. ഈ പാർട്ട് നമ്പർ നോക്കിയിട്ട് വേണം നമുക്ക് കറക്റ്റായിട്ട് എടുക്കാനായിട്ട്. ഇതുണ്ട, അതേ പാർട്ട് നമ്പർ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് നമ്പർ നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് ഇതെടുക്കാനായിട്ട്. 2 ടൈപ്പ് വരുന്നതുകൊണ്ട് ഇത് 2014 മോഡൽ. ഇതിൻ്റെ ഓൾട്ടോൻ്റെ ഒരു മോഡൽ വരുന്നുണ്ട്, അതിന് വ്യത്യാസമുണ്ട് പമ്പിന്. അപ്പോൾ അതിന് വേറെ പാർട്ട് നമ്പർ. അപ്പോൾ പാർട്ട് നമ്പർ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഇത് മാറ്റാനായിട്ട്. ഇനിയിപ്പോൾ ഇത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ടാങ്ക് ഇറക്കാനായിട്ട് 4 ബോൾട്ടേ ഉള്ളൂ ഇതിനകത്ത്.
മൗണ്ടിങ് ബോൾട്ട്, അതുപോലെ ഇതിൻ്റെ 2 പൈപ്പ് ലൈനും പിടിച്ച് കഴിഞ്ഞാൽ ഇന്നും റിട്ടേൺ പൈപ്പും മെയിൻ പൈപ്പും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി താഴ്ത്തിറങ്ങും ഇതിനകത്ത്. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, ഈ ക്ലിപ്പ് അഴിക്കുക. ഇത് ഈ 3 ക്ലിപ്പ് അഴിച്ചിട്ട് ഹോസ് അഴിച്ചതിന് ശേഷം ചുറ്റും ഒരു 6 ബോൾട്ട്, 8ൻ്റെ ഒരു 6 ബോൾട്ട് ഉണ്ട്, 10ൻ്റെ അതും അഴിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എപ്പോഴും ഈ പമ്പ് എടുക്കുന്നതിന് മുന്നേ ഈ ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ചെയ്തിട്ട് വേണം ഈ പമ്പിൻ്റെ കേസ് കംപ്ലീറ്റ് പുറത്തെടുക്കാനായിട്ട്. ഇല്ലാത്ത പക്ഷം ഈ പൊടികൾ നേരെ ടാങ്കിൻ്റെ ഉള്ളിലേക്ക് പോകാൻ സാധ്യത കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ കെയർ ചെയ്ത് അഴിക്കണം. എപ്പോഴും എയർ അടിച്ച് ക്ലീൻ ചെയ്തിട്ട് മാത്രം എടുക്കുക. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ പെട്രോളിൻ്റെ അവസ്ഥയും കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തന്നെ ഇത് ഒന്ന് പൊക്കുന്നുണ്ട്, സൂക്ഷിച്ചാണ് ചെയ്യുന്നത്, ഉള്ളിലൊന്നും പൊടി വീഴാത്ത രീതിയിൽ. ഇതുണ്ടോ, ഇതിൽ പെട്രോള് കംപ്ലീറ്റ് ഡ്രെയിനാണ്. ഇതുണ്ടോ, ഇതിൽ പെട്രോള് ഞാനിപ്പോൾ ഫുള്ളായിട്ട് എടുക്കുന്നില്ല, പൊടി ഉള്ളി വീഴുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്നില്ല. ഉള്ളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഉണ്ട്. പക്ഷേ പെട്രോൾ കണ്ടോ കംപ്ലീറ്റ് ഡ്രെയിനാണ്. ഇങ്ങനെ തന്നെ ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പമ്പ് 100% കംപ്ലൈൻറ്റ് വരും. ഇതിനകത്ത് പെട്രോളേ ഇല്ല, ഒട്ടും തന്നെ ഇല്ല പെട്രോൾ, മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരിക്കലും ഡ്രെയിനായിട്ട് വണ്ടി ഓടിക്കാതിരിക്കുക. എപ്പോഴും ഒരു 10-300 രൂപയുടെ പെട്രോൾ വണ്ടിക്കകത്ത് കീപ്പ് ചെയ്താൽ തന്നെ അതിൻ്റെ ലൂബ്രിക്കേഷനും കാര്യങ്ങളും എല്ലാം മോട്ടറിന് ലൈഫ് കിട്ടുള്ളൂ. ഈ പമ്പ് മോട്ടറൊക്കെ ശരിക്കും ഏകദേശം ഒരു ലൈഫ് ലോങ് കിട്ടേണ്ടതാണ്. ഒരു 2-2.5 ലക്ഷം കിലോമീറ്റർ വരെയൊക്കെ സുഖമായിട്ട് ഓടേണ്ട മോട്ടറുകളാണ് ഇതൊക്കെ. പെട്ടെന്ന് തന്നെ പോകാത്ത മോട്ടറുകളാണ്. അപ്പോൾ പെട്ടെന്ന് പോകാനുള്ള കാരണം ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് വേഗം ഇത് മോട്ടർ അടിച്ചു പോകുന്നത്. നമുക്കെന്നാലും പമ്പ് ഫുള്ളായിട്ട് അസംബിൾ ചെയ്ത് ഇതിനകത്ത് ടാങ്കിനകത്ത് കയറ്റിയിട്ട് വണ്ടി ഒന്ന് ഒരു 10-50 കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കൺഫേം ചെയ്യാം. കേട്ടെ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇതിൽ ചെയ്തത് ഫ്യൂൽ പമ്പ് അസംബ്ലിയാണ് മാറിയത്. അസംബ്ലി ആയിട്ട് തന്നെയാണ് മാറിയത്, മോട്ടർ മാത്രമല്ല. എപ്പോഴും പമ്പ് മാറുമ്പോൾ അസംബ്ലി ആയിട്ട് മാറുന്നതാണ് ഒന്നുകൂടെ നല്ലത്. പമ്പായിട്ട് മാറാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷേ അതിന് എത്രത്തോളം ലൈഫ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഫുൾ അസംബ്ലി തന്നെ മാറി ഇതിനകത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.